പാപ്പട്ടെ ജീപ്പ് അടിപൊളിയാണല്ലോ. എങ്ങോട്ട് മുതല് അടിപൊളി ടയറൊക്കെ ആണല്ലോടാ. പാപ്പട്ടെ ഏതായാലും വണ്ടി എടുത്ത വകയില് ഒരു ചായ. എന്നാലും ഷവർമെന്റെ വക ഇതൊന്നും നിങ്ങളെ വക. ഇന്നിപ്പോ എനിക്ക് എന്റെ അടുത്ത് ഒരു പൈസ ഇല്ല, അത് വേറെ വിഷയം. ഉടനെയല്ലോ അല്ല 3 മലയാളക്കാരുണ്ടല്ലോ. ചാടിക്കാൻ പോയേക്കില്ലേ? ഞാനുണ്ട്. ചാടിക്കാൻ പോവാ, നിങ്ങളും പോരി. 2 സമൂസ. എടാ നമ്മളെ വണ്ടി നടുവ് കഴിഞ്ഞിട്ട് ഇപ്പൊ 6 മാസമായില്ലേ? വണ്ടി നോക്കാൻ ആരോ വന്നിനോ? മുക്കത്തുനിന്ന് ടീം വന്നിന് ഒരു നല്ലൊരു വില പറഞ്ഞിന് 15 ലക്ഷം റുപ്യ. നാളെ അവരോട് ഞാൻ വരാൻ വേണ്ടി പറഞ്ഞു. വീടിന്റെ തറ ഇട്ടിച്ചിനി, അതിന് ശേഷം കല്ലടിക്കണേനി. ഇന്ന് വണ്ടി കൊണ്ട് കൊടുത്താലോ വേഗം. എന്റെ സ്ഥിതി പറ്റ ഡേഞ്ചർ തന്നെ ഉണ്ടോ. ഞാൻ ആ ലോൺ എടുത്തിട്ടല്ലോടോ ആ പൈസ ഒക്കെ ശരിയാക്കിയേ. ഇപ്പൊ ആ ലോണൊന്നും അടയ്ക്കാൻ കഴിയാതെ നമുക്ക് ഇതിനൊന്നും കിട്ടിയില്ലല്ലോ. എങ്ങനെങ്കിലും വിറ്റിങ് ആയിട്ട് ആ കടക്കാട് വീട്ടുക. നാളെ എന്തായാലും ഒരു വരും, നമുക്കവിടെ കൊടുത്താളാ. കുഞ്ഞാപ്പോ ഈ എന്തൊന്ന് പറയടാ. അത് നിങ്ങൾ എന്താ തീരുമാനിച്ചാലി. ആ വണ്ടി നിങ്ങളുടെ വിറ്റാളി. ഒരു 2-2.5 ലക്ഷം റുപ്യ ബാലൻസ് ഇല്ലേ? അത് നിങ്ങൾ 3 നാൾ കൂടിക്കാടാണ് വീതിച്ചാളി. വേണമെങ്കിൽ നമ്മൾ ചെറിയ വണ്ടി പിന്നെടുക്കാലോ. എടോ നിങ്ങൾ 3 നാൾ കൂടി ടെൻഷൻ അടിച്ച് നിൽക്കൊന്നും വേണ്ട. നാസറേ എനിക്കിത് പോകാനില്ലേ? പോയേക്കാ, എനിക്ക് ഓറഞ്ചിന് പോകണ്ട്. വണ്ടി ആണ്ട് ഞാൻ ഇപ്പം തന്നെ അവിടെ പോവും. ഞങ്ങൾ ഈ വണ്ടി CC ചെയ്യാൻ വന്നാട്ടോ. CC ചെയ്യാൻ 6 മാസം ഈ വണ്ടിന്റെ ലോണ് തെറ്റിട്ട്. ആ പേപ്പർ കൊണ്ടാ. 6 മാസം ഈ വണ്ടിന്റെ അടവ് കഴിഞ്ഞിട്ട് നിങ്ങൾ വണ്ടി മാറിപ്പോയിണ്ടാവും. ഈ വണ്ടിന്റെ RC ഓണർ വാപ്പുട്ടി നിങ്ങളാണോ? അത് ഞാനല്ല. 6 മാസമായിട്ട് ഒറ്റ ലോൺ അടിച്ചില്ല. ഇത് കണ്ടില്ലേ? 6 മാസം മുന്നേ റീഫിനാൻസ് ഇട്ടാണ് 15.5 ലക്ഷം റുപ്യ. ഈ 6 മാസമായിട്ട് ഒരു ഒറ്റ ലോൺ ഇതിലേക്ക് വന്നില്ല. അതുകൊണ്ട് വണ്ടി ഞങ്ങൾ CC ചെയ്യും. നിങ്ങൾ ഞങ്ങളോടൊന്നും വിചാരിക്കരുത്. ഫിനാൻസിന്റെ റൂൾസ് പ്രകാരം ഞങ്ങൾക്ക് നടപടി എടുത്തേ പറ്റും. ഈ ബാക്കി കാര്യം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ വണ്ടി കൊണ്ടുപോകണതിന്റെ ലീഗൽ പേപ്പറാണ്. ഈ കോപ്പി നിങ്ങൾ കയ്യിൽ വെച്ചോളി. സമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. വിളിക്കുന്ന BSNL കസ്റ്റമർ കുട്ടാ, കുഞ്ഞാപ്പനെ വിളിച്ച് കിട്ടില്ല. നമ്മളെ വണ്ടി അടവാട് കൊണ്ടുപോയി ഒരു പേപ്പറെ പോലെ തന്നെ. 6 മാസമായി അടവ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ എന്താ അടവാളിന്? നമ്മളറിയാതെ 15 ലക്ഷം റുപ്യ ലോൺ ഇട്ടൊരു കുട്ടാ. അതാണ് അവന് വന്നത്. നമ്മളെ വണ്ടി പോയടാ. എന്റെ വീടിന്റെ ലോഡ്. അല്ലടോ, ഓനാ പണി ബോർഡ് ചെയ്യടോ. അത് ഈ പേപ്പർ നോക്കി അത് നമ്മൾ ചിരിച്ചു വഞ്ചിക്കായിരുന്നു. അല്ലടോ, ഓന്റെ എന്തൊരു വിവരം തൊണ്ടോ? പെടാങ്ങൾ പെട്ട് ചത്ത കുട്ടീനെ യാതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. അത്രയ്ക്ക് സ്നേഹിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് അങ്ങനെ നിന്ന ആൾക്കാരാ. ചക്ക നമ്മൾ പോയതാ ചൂന്ന് നോക്കാം. ഒരു മനുഷ്യനല്ലോ അവന്. പൈസ അല്ലേ, അതുമ്പോ നയിച്ചിട്ടെങ്കിലും ഉണ്ടാക്കാം. നമ്മളെ സ്വന്തം കൂടപ്പുറപ്പനുമാരി കൊണ്ടു നടന്നിട്ട് ഇങ്ങനത്തെ ഒരു ചതി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതാണ് നമുക്ക് സങ്കടമായി പോയത്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. ഒരു പറമ്പാണെങ്കിൽ 2-3 ആളെ പേര് രജിസ്റ്റർ ചെയ്യുക. ഒരു വണ്ടി ആണെങ്കിലും ഒരുത്തന്റെ പേരിൽ മാത്രം രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. കമ്പനിക്കാരായാലും കൂടപ്പുറപ്പുകളായാലും ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് നല്ലത്. എല്ലാവർക്കും ഒരു പാടാണ്.